താൻ ഈ തലയിൽ മയിൽപ്പീല് വെച്ചേക്കുന്നതിന്റെ കാരണം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്ത് കാരണം? ഓ ഒന്നും അറിയാത്ത പോലെ. അത് ഈ രാധ എന്നുള്ളതുകൊണ്ടല്ലേ. രാധയോ? തന്നോട് ആരും ഇതൊക്കെ പറയുന്നേ? ആഹാ, എന്നാ അങ്ങോട്ട് നോക്കിക്കേ. അടിപൊളി. എന്നാലും സ്വന്തമായിട്ട് 7 ഭാര്യമാരുണ്ടായിട്ടും ബെസ്റ്റിയുടെ പേരാണല്ലേ തലയില്. 7? അതൊന്നും അല്ലടോ കാരണം. പിന്നെന്നാ? അത് പണ്ട് ഞാൻ വൃന്ദാവനത്തിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടോ ബാക്കി പറയാനേ സൗകര്യമില്ല. താൻ ഇൻസ്റ്റാഗ്രാമത്തിലുള്ളതൊക്കെ അങ്ങ് വായിച്ചിട്ടേ അതൊക്കെ അങ്ങ് വിശ്വസിച്ചാൽ മതി. നിങ്ങൾക്കെങ്കിലും അറിയാവോ? ഹേ കൃഷ്, ശിവേട്ടന്റെ നമ്പർ ഒന്ന് തരാവോ? ഓ വെറുതെ വിളിക്കണ്ട, പുള്ളി ഇന്ന് ബിസി ആയിരിക്കും. അല്ലെ പാർവതി. ഓ ഞാൻ മറന്നുപോയി, തന്നെ ബ്ലോക്ക് ചെയ്തേക്കോ അല്ലേ? ഒന്ന് പോടോ, അതൊക്കെ പണ്ട്. ഇപ്പൊ ബ്ലോക്കൊക്കെ മാറ്റി. അല്ല ഞാൻ കുറെ നാളായിട്ട് ചോദിക്കണം എന്ന് വിചാരിക്കുക, എന്തിനാ തന്നെ ബ്ലോക്ക് ആക്കി? അത് പറയണോ? പറ. ഞാൻ ചെറുതായിട്ട് ബർത്ത്ഡേ വിഷയം മറന്നുപോയി. അപ്പൊ ഗിഫ്റ്റോ? ബർത്ത്ഡേ മറന്നു, പിന്നല്ലേ ഗിഫ്റ്റ്. കൊള്ളാം, സ്വന്തം പെങ്ങളുടെ ബർത്ത്ഡേ മറന്നു. നാട്ടിലുള്ള പെൺപിള്ളേരെല്ലാം അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങള്. തനിക്കെന്തിനാ ശിവേട്ടന്റെ നമ്പർ? ഇന്ന് ശിവരാത്രി അല്ലേ, ശിവേട്ടന്റെ ബർത്ത്ഡേ. ട്രീറ്റ്. ഓ ട്രീറ്റ് ചോദിക്കാനേ അറിയത്തുള്ളല്ലേ. തന്നോട് ഞാൻ കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞതാ ഇന്ന് ശിവേട്ടന്റെ ബർത്ത്ഡേ അല്ലെന്ന്. താനൊരു കാര്യം ചെയ്യും, ശിവേട്ടനോട് തന്നെ നേരിട്ട് ചോദിക്കും. ഞാനിതിലില്ലേ. ജീസസ്. യെസ് കൃഷ്. ഒരാളൂടെ ഉണ്ടായിരുന്നല്ലോ. ഞാനിവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ആദ്യം ജീസസ് ഒന്ന് അങ്ങോട്ട് നോക്കിക്കേ. ആഹാ, അവിടെ എന്നാ കേക്ക് വല്ലതും മുറിച്ച് വെച്ചേക്കുന്നു. ആഹാ, നല്ല രസമുണ്ടല്ലോ. ഇതെന്നാ ബാംഗ്ലൂർ വല്ല പബ്ബ് വല്ലോ ആണോ? അല്ലടോ, ഇത് എന്റെ പള്ളിയെ. പള്ളിയോ? ഇതെന്നാ ചെകുത്താനൊക്കെ? ഞാനല്ലേ ഇവിടുത്തെ ഹീറോ. ഇലുമിനാറ്റിയുടെ ഒക്കെ കാലമാ. എന്ത് ഫാൻസ് ഒക്കെ എപ്പോഴും തിരക്കാറുണ്ട് കേട്ടോ. ഈ പിള്ളേരുടെ ഒരു കാര്യം. ചിരിച്ചു കഴിഞ്ഞെങ്കിലേ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. അയ്യോ, ഞാൻ എന്തേ കാണുന്നത്? നമ്മള് കാശൊക്കെ പടക്കി അമ്പലമൊക്കെ പണിയത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ഗാനമേള എന്ന് പറഞ്ഞ് പേക്കൂത്ത് കാണിക്കാനല്ലേ? അങ്ങോട്ട് നോക്കടോ. ഞാൻ നിങ്ങളോടൊന്നും ചോദിച്ചിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല. ഓക്കെ. ഹേയ് കൃഷ്. കൃഷ്, എന്തു പറ്റി? താനൊന്നും പറയണ്ട. ഷെടാ, കാര്യം എന്താന്ന് പറ. ഒരു കൂട്ടുകാരനോട് ഇങ്ങനെ തന്നെ ചെയ്യണം. ഇങ്ങനെ ലാഗ് അടിപ്പിക്കാതെ കാര്യം പറ. കാര്യം അങ്ങോട്ട് നോക്കൂ. എനിക്കും ഉണ്ട് നല്ല കിടിലം പാട്ടൊക്കെ, അതൊന്നും ഇടിപ്പിക്കരുത്. അല്ല, അത് പിന്നെ നമ്മുടെ ശിവേട്ടന്റെ പാട്ടായതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല. താൻ വിഷമിക്കണ്ട, അടുത്ത തവണ നീ ഇല്ലാമ ഞാനില്ലേ. ശരിക്കും? പിന്നല്ലാതെ, ഒന്ന് ചിരിച്ചേ. അതൊക്കെ പോട്ടെ, ഈ കൃഷിയും വിഷുവും തമ്മിലുള്ള ബന്ധം താനിതുവരെ പറഞ്ഞില്ലല്ലോ. കൊറേ അല്ലേ കണ്ടിട്ട്. അതെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ പിന്നെ സുഖമല്ലേ. ചിലടത്ത് മഴയാന്ന് പറയുന്നു, ചിലടത്ത് ഭയങ്കര ചൂടാന്ന് പറയുന്നു, അങ്ങനെ പോകുന്നു. അതൊക്കെ പോട്ടെ, നമ്മുടെ ഇക്ക എന്തി? ഞാൻ കണ്ടിട്ട് കൊറേ ആയി. നിങ്ങൾ വിഷ് ചെയ്തായിരുന്നു? ഇന്ന് പുള്ളിയുടെ ബർത്ത്ഡേ അല്ലേ? ബർത്ത്ഡേ അല്ല പിന്നെ. അത് ഈദ് മുബാറക്ക് എന്ന് പറഞ്ഞ് എന്തോ സംഭവം അങ്ങ് മറന്നുപോയി. ഞാൻ എന്തായാലും ഒന്ന് വിളിക്കട്ടെ. എടുക്കുന്നില്ല. പുള്ളി ഇനി ദുബായിൽ വല്ലതും പോയി കാണൂ. അവിടെ ഭയങ്കര ചൂടല്ലേ ഇപ്പോ. എന്തായാലും ട്രീറ്റിന്റെ ഫണ്ട് ഞാൻ നേരത്തെ ഗൂഗിൾ പേ വഴി മേടിച്ചായിരുന്നു. നമുക്ക് KFC പോവാം. KFC? താനങ്ങ് തന്നെ പോയാ മതി. ഈ KFC താനും വരും. അതേത് KFC? ദാണ്ട് അങ്ങോട്ട് നോക്കിക്കേ. ലെറ്റ്സ് ഗോ.